കമ്മ്യൂണിസ്റ്റുകാരുടെ വിസ റദ്ദാക്കാൻ ട്രംപിന്റെ വൻ നീക്കം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണോ? ഇനി അമേരിക്കയിലേക്ക് ജോലിക്കും വിസയ്ക്കും ചികിത്സയ്ക്കും കടക്കാൻ വാതിലുകൾ അടയുന്നു. ട്രംപ് നിലപാടെടുത്തു. ക്യൂബ, ഉത്തര കൊറിയ, ഹെയ്തിക്കാർ, നിക്കരാഗോക്കാർ, വെനിസ്വലക്കാർ എന്നിവരുടെ വിസകൾ അമേരിക്ക റദ്ദാക്കുന്നു. ഇവരെ നാടുകടത്താൻ സാധ്യതയുണ്ടെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അറിയിച്ചു. 2022 ഒക്ടോബർ മുതൽ അമേരിക്കയിലേക്ക് വന്ന 4 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 5,32,000 ആളുകൾക്ക് ഈ ഉത്തരവ് ബാധകമാണ്. സാമ്പത്തിക സ്പോൺസർമാരായി എത്തിയ ഇവർ US-ൽ താമസിക്കാനും ജോലി ചെയ്യാനും 2 വർഷത്തെ പെർമിറ്റ് നൽകിയതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. ഏപ്രിൽ 24 അല്ലെങ്കിൽ ഫെഡറൽ രജിസ്റ്ററിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിന് 30 ദിവസത്തിനു ശേഷം ഇവരുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നാടുകടത്തുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ലോകമാകെ തീപിടിച്ച ചർച്ചയാവുകയാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വൈരാഗ്യം ഇപ്പോൾ ട്രംപിന്റെ തിരിച്ചുവരവോടെ പരസ്യമായിരിക്കുകയാണ്. കേരളത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. കേരളത്തിൽ നിന്നും നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മുഖ്യമന്ത്രിയും ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി തവണ ചികിത്സാർത്ഥം അഭയം തേടിയത് അമേരിക്കയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ആശുപത്രികളിലാണ്. പിണറായി വിജയന് പ്രോസ്റ്റേറ്റീവ് ക്യാൻസർ ആയിരുന്നു. ഇതിന് പരിഹാരമായി കേരളത്തിൽ അസംഖ്യം ആശുപത്രികൾ നിലവിലുണ്ട്. കേരളത്തിൽ 10,000-കണക്കിന് ആളുകളെ അലട്ടുന്ന രോഗമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതിനായി ആയിരക്കണക്കിന് മലയാളി പുരുഷന്മാർ ചികിത്സ തേടുന്നതും സുഖം പ്രാപിക്കുന്നതും കേരളത്തിലെ നമ്പർ 1 ആശുപത്രികളിൽ നിന്നാണ്. കേരളത്തിന്റെ പൊതു ആരോഗ്യ സംവിധാനത്തിലൂടെയാണ് ബാക്കിയുള്ള പുരുഷന്മാർ ഇത്തരം ചികിത്സകൾക്ക് ആശ്രയിക്കുന്നത്. അത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെയാണ്. ഇവിടെയാണ് മലയാളികളിൽ വ്യത്യസ്തനായ പിണറായി വിജയൻ തന്റെ പ്രോസ്റ്റേറ്റീവ് ക്യാൻസറിനുള്ള ചികിത്സ അമേരിക്കയിൽ തേടിയത്. മുഖ്യമന്ത്രി നിരവധി പ്രാവശ്യം തന്റെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു. ഈ യാത്രകൾ കുടുംബസമേതമായിരുന്നു. ഒപ്പം ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ പിണറായി വിജയനെ അനുഗമിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയന്റെ അമേരിക്കൻ യാത്രയിൽ ഏറ്റവും വിവാദമായത് അവിടുത്തെ ഒരു പരിപാടിയിൽ ഇരുമ്പ് കസേരയിൽ ഇരുത്തി എന്നുള്ളതാണ്. ഇത്തരം വാർത്തകളും ചർച്ചകളും ഇപ്പോൾ കൂടുതൽ സജീവമാവുകയാണോ ട്രംപിന്റെ ഇടപെടലിലൂടെ? അമേരിക്കയുടെ ഏറ്റവും പുതിയ നയം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ്. നിലവിൽ ക്യൂബ, ഉത്തര കൊറിയ, വെനിസ്വല തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ രേഖകളില്ലാതെ കുടിയേറി പാർത്തവരും മറ്റും തിരിച്ചു പോകണം. ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വീണ്ടും അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കർശനവും നിയന്ത്രിതവുമായിട്ടുള്ള സംവിധാനമായിരിക്കും ഇനി ഉണ്ടാവുക. ഇതൊരു തുടക്കം മാത്രമാണ്. ക്രമേണ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കും കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള വിസ നിയന്ത്രണം ഭാവിയിൽ ഏർപ്പെടുത്തും. ഇത് ശരിയെങ്കിൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കോ പോലും ഭാവിയിൽ അമേരിക്കയിൽ ജോലിക്ക് സന്ദർശിക്കാനോ പഠനത്തിനോ ഇനി പോകുവാൻ കഴിയില്ല. ഇത്തരമൊരു നിയമം അമേരിക്ക നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും അമേരിക്കയിൽ ഇനി ചികിത്സയ്ക്കും ജോലിക്കും സന്ദർശനത്തിനും പോകുവാനുള്ള സാധ്യതകൾ അടയുകയാണ്. മാത്രമല്ല, ഇങ്ങനെയൊരു നിയമം അമേരിക്ക നടപ്പിലാക്കിയാൽ അതിനെ അനുകരിക്കുന്ന യൂറോപ്പും കാനഡയും ഓസ്ട്രേലിയയും അത് നടപ്പാക്കും. ഇത്തരത്തിൽ ലോകത്തിലെ 70-ലധികം രാജ്യങ്ങൾ അമേരിക്കയുടെ നയങ്ങളും തീരുമാനങ്ങളും ശിരസാവഹിച്ച് നടപ്പാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധിയാണ് വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.